ഹലോ, ഇപ്പം നമ്മൾ നമ്മുടെ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, ടെക്സ്ചർ പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ടെക്സ്ചർ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഫ്ലോറിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എങ്ങനെ ടെക്സ്ചർ പേസ്റ്റ് യൂസ് ചെയ്യാം ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. ഇപ്പം ബേസ് ആയിട്ട് ജെസ്സോ കൊടുത്തിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിന്റ് കൊടുക്കുക. ക്യാൻവാസിലാണെന്നുണ്ടെങ്കിൽ അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പൈപ്പിംഗ് ബാഗിന്റെ അടിയിൽ കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ കാണിച്ചേക്കുന്ന ഒരു ഷേപ്പിൽ ഞെക്കി കൊടുക്കുക. പയ്യെ ചെയ്താൽ മതി, കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ തളുപിളു എന്ന് പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പയ്യെ ചെയ്യുക. പെൻസിൽ വെച്ചൊരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് അതിന്റെ മേളിൽ കൂടെ ചെയ്യുക. എനിക്ക് പിന്നെ ചെയ്യുമ്പോൾ അതിന് അധികം പ്രശ്നം വരാത്തത് കാരണം ഡയറക്റ്റായിട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാലറ്റ് നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് തന്നെ കട്ടിയിൽ കൊടുക്കാൻ നോക്കുന്നു. എന്നാൽ ഒരു ടെക്സ്ചർ ഫീല് വന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്തിട്ട് പെയിന്റ് ബ്രഷ് വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇത് വെച്ചാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഔട്ട്ലൈൻ അല്ല, ഒരു ടെക്സ്ചർ ഫീൽ വരാൻ വേണ്ടിയിട്ട്. അത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അടുക്ക് കറണ്ട് പോയി. ഞാൻ വലിയ കാര്യത്തിന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ നല്ല എസ്തറ്റിക് ഫീലൊക്കെ വന്ന് എവിടെ നിന്ന് പോയി അപ്പം തന്നെ കറണ്ട് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പെയിന്റ് ബ്രഷ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡാബ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം നല്ല രീതിക്ക് വേണ്ട, ചെറിയൊരു നനവ്. അത് കഴിഞ്ഞ് നമ്മൾ വരച്ചെടുത്തേക്കുന്ന ഒരു ടെക്സ്ചർ അല്ലേ, അവിടേക്ക് ഷേപ്പ് വരുത്തിയെടുക്കുക. ഇപ്പം എങ്ങോട്ടേക്കെങ്കിലും നീങ്ങിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ടെക്സ്ചർ ഫീലൊക്കെ കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഔട്ട്ലൈനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നല്ലൊരു ഫീലുള്ള ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൈ വെച്ചാണേലും ചെയ്യുക, ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച അതേ ടെക്സ്ചർ പേസ്റ്റ് ഉള്ളിൽ കുറച്ച് ഒഴിച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ പാലറ്റ് നൈഫ് വെച്ച് ഡാബ് ചെയ്ത് കൊടുത്താലും ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയെടുക്കാൻ നല്ല മഴ ആയത് കാരണം എനിക്ക് 2 ദിവസം എടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ അറൗണ്ട് 1 day കൊണ്ട് ഉണങ്ങി കിട്ടും. പിന്നെ ശ്രദ്ധിക്കുക, ഗ്ലൂ ഒഴിക്കുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയി പോകും. അപ്പോൾ ഗ്ലൂ ഒഴിക്കുമ്പോൾ കുറച്ച് ഓവർ ആവാതെ നോക്കുക പേസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ. ഉണങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓവർ ടെക്സ്ചർ വന്ന സ്ഥലത്തു നിന്നൊക്കെ സാൻഡ് പേപ്പർ വെച്ച് സാൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പെയിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് പെയിന്റ് ചെയ്താന്ന് കാണിക്കുന്നതിൻ്റെ വീഡിയോ പോയി, എന്താ പറ്റിയെന്നറിയില്ല. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാനൊരു ഷോർട്സ് ഇട്ടതിൽ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു, ഈ പാലറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടുമോന്ന്. എൻ്റെ ഫുൾ ജേർണീൻ്റെ മെമ്മറീസാണ് ഈ ഒരു പാലറ്റിലുള്ളത്. ഇത് ക്ലീൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ല, എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ വേറെ എൻ്റെ കുഞ്ഞു പാലറ്റ് വേണമെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് പെയിന്റ് എടുക്കാം. ആദ്യം വൈറ്റ് വേണം, ഞാൻ പറയാം, പിന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കുക ഏതൊക്കെ പെയിന്റ് വേണം എന്നുള്ളത്. വൈറ്റ് വേണം, പിന്നെ ഒരു ഒലിവ് ഗ്രീൻ വേണം, ബേൺഡ് അമ്പ് ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഷെയ്ഡ്, ഈ 3ഉം, പിന്നെ യെല്ലോ പോലത്തെ ഓറഞ്ച് ഇല്ലേ, യെല്ലോയും ഓറഞ്ചും ഇച്ചിരി വൈറ്റും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷെയ്ഡ് കിട്ടും, ലൈറ്റ് ഒരു ഷെയ്ഡ്. ആ ഒരു ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു ഷെയ്ഡ് കിട്ടും. വൈറ്റ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക, എന്നാലാണ് ഒരു എലഗൻറ്റ് ലക്ഷറിയസ് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കാണിക്കുന്നുണ്ടോയെന്നറിയില്ല. മിക്സ് ചെയ്ത ഒരു പെയിന്റ് റെഡിയാക്കി എടുക്കുക. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ക്യാൻവാസിലേക്ക് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുവിധം ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക. റൗണ്ട് ബ്രഷ് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻവാസിൻ്റെ സൈസ് അനുസരിച്ച് ബെറ്റർ ടു യൂസ് ഫ്ലാറ്റ് ബ്രഷ്. ഞാൻ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടുണ്ട് ക്യാൻവാസ് കംപ്ലീറ്റ്ലി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇടക്ക് സ്പ്രേ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പെയിന്റ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ എൻ്റെ വലിയ പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാതെ ഒരു പെയിന്റ് നിൽക്കും. പിന്നെ ഇപ്പോൾ പെയിന്റ് എടുത്തത് തീർന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് നീട്ടിയടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ പെയിന്റ് മിക്സ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ളതിനെ ഒരു തുള്ളി കൂടുതൽ എടുക്കുക. കാരണം എപ്പോഴാണ് തീർന്നു പോകുന്നത് നമുക്കറിയില്ല. എനിക്ക് കുറേ പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്.
രണ്ടാമത് മിക്സ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ സെയിം കളർ കിട്ടാൻ കുറച്ച് പണിയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ, ജൂണിൽ പെയ്യുന്ന മഴ മെയ്യിൽ പെയ്യുന്നേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ഫോയിലിൻ്റെ പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗിൽഡിങ് അഡ്ഹസീവ് എന്നും പറഞ്ഞ്, ഇതും ഗോൾഡ് ഫോയിൽ എനിക്കൊരു പാക്കായിട്ട് കിട്ടിയതാണ് ആമസോണിൽ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അത് ഞാൻ ഈ ടെക്സ്ചറുള്ള സ്ഥലങ്ങളിൽ മാത്രം തേച്ച് കൊടുത്തു. നമ്മൾ വെറുതെ ഫ്ലാറ്റായിട്ട് വെച്ച സ്ഥലങ്ങളൊന്നും അത് അടിച്ചിട്ടില്ല. അവിടെ നമ്മൾ ആ പെയിൻറ് അടിച്ചത് മാത്രം കാണും. അല്ലാത്ത സ്ഥലത്ത് മാത്രം ഗ്ലൂ അടിച്ചിട്ട് നമ്മൾ ഗോൾഡ് ഫോയിൽ ഒട്ടിച്ചു കൊടുത്തു. ഗോൾഡ് ഫോയിൽ വന്ന് കഴിയുമ്പോഴാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ശരിക്കുള്ള ലുക്കും ഫീലും വരാൻ പോകുന്നത്. അതിൽ കൂടെ കയറിയിട്ട് ഇതിൽ കൂടെ പിന്നെ നമ്മൾ ഗോൾഡ് ഫോയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പെയിന്റിംഗ് ബ്രഷ് വെച്ച്, ഇത് എൻ്റെ പഴയ ഇരുന്ന വെച്ചൊരു പെയിന്റിംഗ് ബ്രഷാണ്. കുറച്ച് റൗണ്ട് ബ്രഷ്, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലഷ് ഒക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് ഇല്ല, അതെനിക്ക് ഏറ്റവും നല്ലതെന്ന് പറയാം. അത് വെച്ചൊന്ന് എക്സ്ട്രാ വന്നേക്കുന്ന പാർട്സ് ഒക്കെ ഒന്ന് ഇതാക്കി കളയാ. അത് കഴിഞ്ഞാൽ എനിക്ക് ഈ സൈഡ്സിൽ പെയിന്റിങ്ങിലേക്ക് ഇറങ്ങി വരുന്ന കുറച്ച് ഗോൾഡ് ഫോയിലല്ലേ, അവിടെ എനിക്ക് ഫുള്ളായി നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായില്ല. കുറച്ചൊരു ബ്ലറിങ് എഫക്റ്റ് പോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ സാൻഡ് പേപ്പർ വെച്ചൊന്ന് വരച്ച്, അപ്പോൾ അവരിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഫീലില്ലേ, അത് വന്നു. ഇത് കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ കാണുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നേരിട്ട് കാണുമ്പോൾ ഒരു ബ്ലാങ്ക് ഫീലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് തുടങ്ങിയപ്പോൾ ഓക്കെ, ഒരു പ്രത്യേക ഭംഗി വന്നു തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ലൈറ്റ് വൈറ്റ് എന്ന് പറയാൻ പറ്റുമെന്നറിയാം, ലൈറ്റിൻ്റെ ഫീല് തന്നെ അതുപോലെ, അല്ലെങ്കിൽ ഒരു മാർബിൾ ഫീൽ എന്നൊക്കെ പറയാം, അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് വൈറ്റ് ഇങ്ങനെ റൗണ്ട് വുഡിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ഇല്ലേ, അതുപോലെ ആ ഒരു ഡിസൈൻ നമ്മളവിടെ കൊടുത്തേക്കുന്ന ഔട്ട്ലൈറ്റിനനുസരിച്ച് വൈറ്റ് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായി നേരിട്ട് കാണാൻ. ഇതിലെനിക്ക് അറിയില്ല എത്രത്തോളം ഭംഗിയുണ്ടെന്ന്, നേരിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇതിലേക്ക് റെസിൻ ഒഴിക്കണോ വേണ്ടേന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ കാണാൻ എനിക്കറിയില്ല ഭംഗിയുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോട്ടോ അയച്ചു തരിക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ വഴിയായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ദെൻ ബൈ.